അപ്പോഴുണ്ടാകുന്ന ഒരു ചോദ്യം ഇതാണ്, 13,000 കോടി വരുന്നുണ്ട്, ഈ കോടി വന്നാലും കേരളത്തിൻ്റെ സാമാന്യ ജനത്തിന്, സാധാരണ ജനത്തിന് എന്ത് കിട്ടുമെന്ന ചോദ്യമാണ്. അവിടെ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഇതുവരെ എന്ത് കിട്ടി എന്ന ചോദ്യമാണ്. ഒപ്പം എപ്പോൾ കൂടുതൽ വരുമാനം കിട്ടിത്തുടങ്ങുമെന്ന കാര്യം കൂടിയാണ് നമുക്ക് പരിശോധിക്കുന്നത്. ഡാൻ, ആ വിവരങ്ങൾ കൂടി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ എന്ത് കിട്ടി, എന്ത് കിട്ടുമിനി? അതായത് നമുക്കറിയാം, ഈ തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് 2024 ഡിസംബർ മാസം 3-ാം തീയതി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് തുറമുഖം രാജ്യത്തിന് തുറന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് കമ്മീഷൻ ചെയ്യുന്നു. അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് ഇവിടേക്ക് ചൈനയിൽ നിന്നടക്കം കപ്പലുകൾ എത്താൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം 1000-ാമത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തി. അതായത് ഇതിനോടകം 1000 കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നു, ചരക്കിറക്കി. അത് ജലമാർഗം തന്നെ തൂത്തുക്കുടി അടക്കമുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ചെറു തുറമുഖങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. നമ്മൾ നേരത്തെ വിഭാവനം ചെയ്ത റോഡ് മാർഗമോ റെയിൽ മാർഗമോ ഒന്നും കണ്ടെയ്നറുകൾ സുഗമമായി കൊണ്ടുപോകുന്നുണ്ട്. അത് പക്ഷെ സുഗമമായി അല്ല. അങ്ങനെ ഈ 1000 കപ്പലുകൾ വന്നു പോയതിൽ നിന്ന് GST ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഇതിനോടകം ലഭിച്ച വരുമാനം ഏകദേശം 200 കോടി രൂപയാണ് എന്നാണ് ഇന്നലെ വരെയുള്ള കണക്ക്. ഈ 1000 കപ്പലുകളിലെ കണ്ടെയ്നറുകൾ ഇറക്കുന്ന നികുതി ഇനത്തിൽ മാത്രം ലഭിച്ച വരുമാനം, അതായത് ഈ വിഴിഞ്ഞത്തിന്റെ പ്രവർത്തന ലാഭത്തിന്റെ ഒരു അംശം പോലും അതിലില്ല. മറിച്ച് ഇതിന്റെ കൈമാറ്റം വഴി ഒരു സ്റ്റേറ്റ്, കേരളത്തിലായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് കിട്ടുന്ന ഒരു GST വരുമാനം, അത് തന്നെ 200 കോടി. അതായത് നമുക്ക് കൈ നനയാതെ ലഭിക്കുകയാണ് നികുതി ഇനത്തിൽ മാത്രം. അതായത് ഓരോ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിനും നിശ്ചിത $1 എന്ന തരത്തിലാണ് ഇവിടെ ഇറക്കിയിരിക്കുന്ന മുഴുവൻ കണ്ടെയ്നറുകൾക്കുമായി ഇതിനോടകം ഈ 200 കോടി രൂപയുടെ നികുതി ഇനത്തിലുള്ള വരുമാനം. നമ്മൾ വിഭാവനം ചെയ്ത നികുതി ഇനത്തിലുള്ള വരുമാനം മാത്രമല്ല, മറ്റ് നമുക്കറിയാമല്ലോ, റെയിൽ റോഡ് കണക്ടിവിറ്റി അടക്കം യാഥാർത്ഥ്യമാകുന്നതിലൂടെ പ്രദേശത്തുണ്ടാകാനിടയുള്ള അനുബന്ധ വികസന സാധ്യതകൾ, അത് ടൂറിസം മേഖലയും ഹോട്ടൽ മേഖലയും അതോടൊപ്പം തന്നെ ചെറുകിട കച്ചവടക്കാരെയും ഒക്കെ അസംഘടിത മേഖല ഉൾപ്പെടെ ഉള്ളവർക്ക് അത് ഏത് തരത്തിൽ പ്രയോജനം വരുമെന്നതായിരുന്നു ചർച്ച. ആ സാധ്യതകളൊക്കെ മുമ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ, അതിലേക്ക് തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2034 മുതൽ നമുക്ക് സംസ്ഥാനത്തിന് കരാർ അനുസരിച്ച് വരുമാനം ലഭിച്ചു തുടങ്ങും. ആ വരുമാനത്തിലെ വ്യവസ്ഥകൾ പ്രകാരം 2034 ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 1% നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കും. 35-ൽ 0.5% കൂടെ കൂടും, 36-ൽ അത് 1% കൂടെ കൂടും, പിന്നെ അത് 2% കൂടും. അങ്ങനെ പരമാവധി 40% വരുമാനം വരെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന തരത്തിലേക്കാണ്. അതായത് ഒരു 4 ദശാബ്ദത്തിനിടയിൽ 40% വരുമാനം വരെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന തരത്തിലാണ് നിലവിൽ അദാനി പോർട്ടും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാർ. അതാണ് സാഹചര്യം. സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ കണക്കുകളാണ് വരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവസാന കാലഘട്ടത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ലാഭം സംബന്ധിച്ച ഒരു കണക്കെടുപ്പ് അവർ നടത്തുകയും അതിൻ്റെ സാധ്യത പരിശോധന നടത്തിയപ്പോൾ 2028 ആകുമ്പോഴേക്കും നികുതി വരുമാനത്തിൽ തന്നെ ഒരു വലിയ തുക പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു ഗ്രോത്ത് ആണല്ലോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വരുമാനം ഇൻഡയറക്റ്റായി കേരളത്തിലേക്ക് വരികയാണ്. കമ്പനി പ്രവർത്തന ലാഭമല്ല, അല്ലെങ്കിൽ പ്രവർത്തന വരുമാനമല്ല, മറിച്ച് ടാക്സ് റവന്യൂ മാത്രമായി വരുന്നു. അപ്പോൾ ആ തരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അതെ, നികുതി വരുമാനമാണ് നിലവിൽ സംസ്ഥാനത്തിന് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. അതിനപ്പുറത്തേക്ക് അത് നമുക്ക് ഔദ്യോഗികമായി സർക്കാർ തലത്തിലേക്കും അതല്ലാതെ വ്യക്തിപരമായി സാധാരണക്കാരായ മനുഷ്യർക്കും വരുമാനം ലഭിക്കുന്ന തരത്തിലേക്ക് അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടെയ്നർ നീക്കം, നിലവിൽ ജലമാർഗം നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ നീക്കം അത് കരമാർഗത്തിലേക്ക് മാറി റെയിൽ റോഡ് ഗതാഗത സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അതായത് റിംഗ് റോഡിൻ്റെയും റെയിൽ പദ്ധതിയും ഒക്കെ നേരത്തെ തന്നെ ബജറ്റിൽ വിഭാവനം ചെയ്തതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ. പക്ഷേ അത് പൂർത്തിയായിട്ടില്ല. അത് വൈകാതെ തന്നെ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അവസരങ്ങളുടെ വലിയ സാധ്യത. ലോജിസ്റ്റിക്സ് മേഖലയിലടക്കം വലിയ തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ വികസന സാധ്യതയായി വിഴിഞ്ഞം തുറമുഖം മാറാൻ പോകും. ശരി, എന്തായാലും പ്രേക്ഷകരെ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ വിഴിഞ്ഞത്തിൻ്റെ ഗേറ്റ് തുറന്ന് ഒരു കണ്ടെയ്നർ അകത്തേക്കോ ഒരു കണ്ടെയ്നർ പുറത്തേക്കോ പോയിട്ടില്ല. വ്യാപാരം നടക്കുന്ന മുഴുവൻ കപ്പൽ വഴി മാത്രമാണ്, ജലഗതാഗതം മാത്രമാണ്. നമുക്ക് കണ്ടെയ്നറുകൾ പുറത്തേക്ക് വരണം, അകത്തേക്ക് കയറണം. അപ്പോൾ റോഡ് വഴി, ഡാൻ സൂചിപ്പിച്ചതിലെ റോഡ് വഴിയുള്ള ഗതാഗതം സാധ്യമായാൽ മാത്രമേ നമ്മുടെ പ്രതീക്ഷിച്ച ആ പ്രദേശത്തിൻ്റെ വികസനം സാധ്യമാവുകയുള്ളൂ. അവിടെ ആ രീതിയിൽ നീക്കമുണ്ടായിട്ടില്ല. അവന് ചെറിയ കടമ്പകൾ കൂടി ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. 2 വർഷത്തിനിടയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ട് അതിന് വൈകി എന്നത് ഒരു വിമർശന ബുദ്ധിയെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ കാര്യം കൂടി വരണം. വിഴിഞ്ഞത്തെ നാട്ടുകാർക്ക്, തിരുവനന്തപുരത്തെ നാട്ടുകാർക്ക്, കേരളത്തിലെ നമ്മൾക്ക് വിഴിഞ്ഞം നേട്ടമായി മാറണമെങ്കിൽ അതുവഴി കൂടിയേ സാധ്യമാവുള്ളൂ. എങ്കിലേ ജനത്തിനത് ബോധ്യപ്പെടൂ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.